ഹലോ. അപ്പോഴേ നമ്മുടെ അധീനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ 2ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ എൻ്റെ അടീനിയം കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇതാണോ അടീനിയം, ഇങ്ങനത്തെ ഒരു ഭംഗിയില്ലാത്ത അടീനിയം എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? ശരിയാണ്. ഇനി 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, എൻ്റെ അടീനിയം നിറച്ച് പൂക്കളായിരിക്കും കേട്ടോ. നമുക്കറിയാം ഓഗസ്റ്റിൽ ഞാനിത് റീപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബറൊക്കെ നല്ല മഴയില്ലായിരുന്നോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തളിർത്തൊക്കെ വന്നിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ആ തളിർപ്പ് എല്ലാം ഈ മഴയും ഇതെല്ലാം കൊണ്ട് ഇല മഞ്ഞച്ച് മുഴുവൻ പൊഴിഞ്ഞെല്ലാം പോയി. അങ്ങനെ ആകെ ഇതായി. പിന്നെ ഞാൻ ഓർത്ത് എന്തായാലും ഇതിനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. അന്ന് മണ്ണും മണലും ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കൂടി ചേർത്ത് റീപ്പോർട്ട് ചെയ്തതാണ്. അതേ റീപ്പോർട്ടിങ്ങിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഡിസംബർ കഴിഞ്ഞു, ഇനിയും നമുക്ക് മഴ ഇനിയും 2-3 മാസത്തിനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടീനിയത്തിനെ സംരക്ഷിക്കേണ്ടത് ഇനി അതിന് നല്ലപോലെ വളം ചെയ്ത് കൊടുക്കണം ഒന്നുകൂടെ. അപ്പോൾ ഈ വളം ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ ഇടയ്ക്കെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും അടീനിയത്തെ ഒന്നും ആക്രമിക്കത്തില്ലെന്ന്, ഒച്ചൊക്കെ ഓർക്കിഡിനെ ആക്രമിക്കുന്നത് എന്നൊക്കെ. പക്ഷേ അടീനിയത്തിനും ആക്രമണകാരിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡെക്സൊക്കെ കണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഏകദേശം 4-5 വർഷങ്ങൾക്കൊക്കെ പഴക്കമുള്ള കേട്ടോ. 5 വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ അടീനിയമൊക്കെ സാധാരണ അടീനിയം തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സാധാരണ അടീനിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കോഡെക്സൊക്കെ എനിക്ക് 2-3 എണ്ണം എൻ്റെ അത് ചീഞ്ഞു പോയി കഴിഞ്ഞ മഴക്കാലത്ത്. നല്ല വലിയ കോഡെക്സുള്ള നല്ല ആയിരുന്നു, പക്ഷേ എല്ലാം അഴിപ്പോയി. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. ഇതിന് കോഡെക്സ് വലുതാകുമ്പം നമ്മൾ വിചാരിക്കുന്നതൊന്നും സംഭവിക്കത്തില്ലെന്ന്. പക്ഷേ അതൊന്ന് പിടിച്ച് ഇടയ്ക്കൊന്ന് നോക്കണമായിരുന്നു. ഒന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കോഡെക്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ ഈ ഇല പൊഴിയുന്ന മഴയുടെ ഇതുകൊണ്ടാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ 2-3 എണ്ണം എൻ്റെ പോയി. നല്ല കോഡെക്സ് ഉണ്ടായിരുന്നു, വലിപ്പമുള്ള പോയി. ഇനി അത് പോട്ടെ, ഇനിയിപ്പം ഉള്ളത് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ അടീനിയത്തിൻ്റെ മുട്ടയുടെ കണ്ട വെളുത്ത് ചാഴി പോലത്തെ ഒരു സാധനമുണ്ട് കേട്ടോ. അത് ഈ മുട്ടുകൾക്കിടയിൽ ഇലകൾക്കിടയിൽ ഇരുന്നിട്ട് അത് പുഴുവായിട്ട് മാറും. അപ്പം നമുക്കത് സാഫൊക്കെ തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു പരിധി വരെ നിൽക്കാം. പക്ഷേ അതിനേക്കാൾ വലുപ്പം അത് ഞാൻ ഈ ടൂത്ത് പിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയ കമ്പെടുത്തിട്ട് അത് തോണ്ടിയെടുത്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാഴി പോലിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടെല്ലാം കഴിച്ച് കളയും. അതുപോലെ തന്നെ അതൊരു പുഴുവായിട്ട് മാറും. നമുക്കറിയാം ഇലയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഇലയുടെ സൈഡ് ഇങ്ങനെ റേന്ത പോലെ വരുന്നത് കാണുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഇതെന്താ സംഭവിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പുഴുണ്ടാവും. ഈ വെളുത്ത് ഈ പുച്ചി പോലിരിക്കുന്ന സാധനം കണ്ടോ, കൊമ്പും കുഴലും വെച്ചിരിക്കുന്നുണ്ടോ? ഇപ്പം ഞാനിങ്ങനെ മിനിങ്ങാന്ന് നോക്കി വന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. ഇതുകൊണ്ട് ഈ ചെറിയ ചെടിയിൽ ഈ ഇലയിൽ ഇത്രയും വലിയ പുഴുവായത് ഉണ്ടോ? അതിൻ്റെ അകത്ത് അതുപോലെ വെളുത്ത ഒരു ചാഴി പോലത്തെ സാധനം ഇരുന്ന് അത് പുഴുവായി മാറിയതാണ്. എന്നിട്ട് ഇത്രയും വലിപ്പം വെച്ചു. അതിന് 2-3 അതിൻ്റെ മണ്ട കരിഞ്ഞിരിക്കുന്നുണ്ടോ അതെല്ലാം തിന്ന് ഇത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് നമ്മുടെ അടീനിയത്തിന് വലിയ ആക്രമണകാരിയൊന്നും ഇല്ലെന്ന്. പക്ഷേ ഉണ്ട് കേട്ടോ, ഇത് ഏറ്റവും വലിയ ആക്രമണകാരിയാണ്. ഇതാണ് അടീനിയത്തെ, എൻ്റെ അടീനിയത്തെ കാണുന്ന ഏറ്റവും വലിയ പുഴു എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം. നോക്കിയാൽ വെളുത്ത സാധനത്തെ വെളുത്ത് പൂച്ച പോലിരിക്കുന്ന സാധനം നമ്മൾ കിള്ളിക്കളയണം. ഉണ്ടോ? എൻ്റെ മുട്ടെല്ലാം ഇടയ്ക്കെല്ലാം കരിഞ്ഞു പോയി. ഇനി ആ സാഫൊക്കെ തളിച്ചു കൊടുത്താലും ഒന്ന് തളിക്കുകയല്ല സ്പ്രേ ചെയ്ത് കൊടുത്താലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ ചുറ്റിലുള്ള എന്തെങ്കിലുമൊക്കെ കാട് പോലത്തെ, കാടല്ല ഇത് ചെടിയാണ് കേട്ടോ, ഇത് പറിച്ചിനി വേറെ വെക്കണം. ഇതിൻ്റെ അരി വീണ് കിളിക്കുന്ന ഒരു ചെറിയ റോസ് കളറ്. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ചുവടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കണം. റീപ്പോർട്ട് ചെയ്ത അതേ മിശ്രിതം തന്നെ വീണ്ടും ആക്കി അതിൻ്റെ കൂടെ 19 കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് ഇനി ഇത് അപ്പോൾ 1 മാസം കഴിയുമ്പോഴത്തേന് ഉണ്ടോ ഈ അടീനിയം കണ്ടോ? ഇത് ഞാൻ കമ്പ് മുറിച്ച് നട്ടുപിടിപ്പിച്ചുണ്ടാക്കി കേട്ടോ. നിറയെ പൂക്കും. പക്ഷേ അതിൻ്റെ കോഡെക്സ് ഇങ്ങനെയാണ്, പഴയ നല്ല സീഡ്ലിങ്സ് പോലെ എൻ്റെ ഇതിൽ നിന്നുണ്ടാകുന്ന കോഡെക്സ് പോലെ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണ്ണിളക്കി കൊടുത്ത് നമുക്ക് അടീനിയത്തെ നന്നാക്കിയെടുക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.